ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ കസിൻസ് എന്നെ കാണാൻ വേണ്ടിയിട്ട് വീട്ടിൽ വന്നതാണ് കേട്ടോ. +2 കഴിഞ്ഞപ്പോൾ എല്ലാവരും ഓരോരോ സ്ഥലത്ത് പഠിക്കാൻ വേണ്ടിയിട്ട് പോയി. അതുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് ഒത്തുകൂടൽ നടക്കുന്ന കാര്യമല്ല. അപ്പം ഉള്ളവർ വരുമ്പോൾ ഇങ്ങനെ വരും കേട്ടോ, വരുവും കാണും ഒക്കെ ചെയ്യും. അപ്പം ഞങ്ങൾ കിടന്നും ഇരുന്നും ഒക്കെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഇതാ ഞങ്ങൾ പുൽപ്പള്ളിക്ക് ഇറങ്ങി. ഇതിൻ്റെ ലക്ഷ്യം വേറൊന്നുമല്ല, ഒരു ചിലവ് വാങ്ങിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അവൻ്റെ അമ്മ, അതായത് എൻ്റെ മമ്മീൻ്റെ അനിയത്തിക്ക് ചെറിയൊരു പ്രമോഷൻ കിട്ടി. അപ്പോൾ അതിൻ്റെ ചിലവ് കയ്യോടെ മേടിച്ചെടുക്കാമെന്ന് പ്ലാൻ ചെയ്ത് ഞങ്ങൾ ഇറങ്ങിയതാണ് കേട്ടോ. പക്ഷേ ഞങ്ങളെല്ലാവരും വരും എന്നുള്ളത് ആൻറ്റിക്ക് അറിയത്തില്ല. ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാനൊരു 5:30 ആകുമ്പോഴത്തേക്കും ആൻറ്റി ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോഴത്തേക്കും ഞാൻ പുൽപ്പള്ളി ഉണ്ടാവും, ടൗണിലുണ്ടാകും, നമുക്ക് കാണാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ആൻറ്റി എന്നെ മാത്രം പ്രതീക്ഷിച്ചാണ് ഇറങ്ങി വരുന്നത്. പക്ഷേ നമ്മൾക്ക് എല്ലാവരെയും കാണുമ്പോൾ ആൻറ്റി സർപ്രൈസ് ആവുമോ ഇല്ലയോ എന്നുള്ളത് നോക്കാം കേട്ടോ. അപ്പം ഞങ്ങളിത് ഏകദേശം പുൽപ്പള്ളി ടൗണിൽ എത്താനായിട്ടുണ്ട്. ആൻറ്റിക്ക് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ് കേട്ടോ. 5:30ക്ക് പഞ്ച് ഔട്ട് ചെയ്തിട്ട് വേണം ആൻറ്റി ഇറങ്ങാൻ. ആ മോഹൻലാലിൻ്റെ പടം കണ്ടോ അങ്ങ് ദൂരെ, മണപ്പുറം ഫിനാൻസ്, അവിടെയാണ് കേട്ടോ ആൻറ്റി വർക്ക് ചെയ്യുന്നത്. ഇവിടെയല്ല, ആൻറ്റി കോഴിക്കോട് ജില്ലയിലായിരുന്നു. ഇപ്പോൾ ഇങ്ങോട്ടേക്ക് പ്രൊമോഷൻ വിത്ത് ട്രാൻസ്ഫർ കിട്ടിയതാണ് കേട്ടോ. അപ്പം ആൻറ്റിക്ക് വേണ്ടിയിട്ടുള്ള കട്ട വെയിറ്റിങ്ങിലാണ് ഞങ്ങൾ. അപ്പോൾ ഇപ്പോൾ എത്തും, അതാ വരുന്നു. അതാണ് കേട്ടോ, ഞങ്ങളെ കണ്ടിട്ടില്ല കേട്ടോ ആൻറ്റി. ഇപ്പം ഞങ്ങൾ കാറിലിരുന്ന് കൂകി കൂകി വിളിക്കുന്നുണ്ട്, ആൻറ്റിയേ 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 എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ അതാ ഞങ്ങളെ കണ്ടു, അന്തം വിട്ട് നോക്കി വരുന്നുണ്ട് കേട്ടോ. അപ്പോഴും ആരാ എന്താണെന്ന് മനസ്സിലായിട്ടില്ല. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നോക്കിയ സമയത്താണ് ആൻറ്റിക്ക് മനസ്സിലായത്. അപ്പോൾ പതുക്കെ ഞങ്ങളുടെ അടുത്തേക്ക് വന്നു കേട്ടോ. ഇതിൻ്റെയൊക്കെ വോയിസ് കൊടുത്താൽ ശരിയാവില്ലാത്തത് കൊണ്ട് മാത്രമാണ് കേട്ടോ. അങ്ങനെ ആൻറ്റീനെ ഞങ്ങൾ വണ്ടീൻ്റെ ഉള്ളിലേക്ക് കയറ്റി. ഞങ്ങളിതാ ആൻറ്റീനോട് സർപ്രൈസ് ആയോ എന്നൊക്കെ ചോദിക്കുവാണ്. ഇതിലും വലിയ സർപ്രൈസ് ഇനി സ്വപ്നങ്ങളിൽ മാത്രം എന്നൊക്കെ പറഞ്ഞിതാ ഞങ്ങളെല്ലാവരും കൂടി അപ്പോൾ ഒരു സ്പോട്ട് തപ്പി പോവുകയാണ് കേട്ടോ. അപ്പോൾ പഴശ്ശിരാജ കോളേജിൻ്റെ ഓപ്പോസിറ്റായിട്ട് പുതിയൊരു ഷോപ്പ്, ഒരു ടീ ഷോപ്പ് വന്നിട്ടുണ്ടെന്ന് കേട്ടു. അപ്പം ഞങ്ങൾ അങ്ങോട്ടേക്കാണ് കേട്ടോ വിട്ടത്. അത്യാവശ്യം നല്ല ആംബിയൻസ് ആണ്. ഇതാ ഇവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പഴശ്ശിരാജ കോളേജ് മുഴുവനായിട്ടും കാണാം കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ നമുക്ക് പ്രൈവസി കിട്ടുന്ന ഒരു ഏരിയയിലാണ് കേട്ടോ നമ്മൾ ഇരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരവിടെ എന്തൊക്കെയോ നോക്കി വലിയ കാര്യമായിട്ടൊക്കെ എന്തൊക്കെയോ ഓർഡർ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷം. അപ്പോൾ പിന്നെ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.